തിരുവനന്തപുരം ഈഞ്ചക്കലിൽ വൻ ലഹരിവേട്ട. 10 കിലോ കഞ്ചാവുമായി പ്രായപൂർത്തിയാകാത്ത 2 പേർ പിടിയിലായി. സ്കൂളുകളിൽ ഉൾപ്പെടെ വിതരണം ചെയ്യാനാണ് ഈ ലഹരി എത്തിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. പറയൂ ഷബീദ്. പ്രവേശനോത്സവം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഡാൻസഫും പോലീസും എക്സൈസും അടക്കം ലഹരി വേട്ട അത് കർശനമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടടക്കം പരിശോധന ഇതിനോടകം അനൌദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഡാൻസഫ് സംഘത്തിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കഞ്ചാവ് കടത്തുന്നു, കഞ്ചാവ് ക്യാരിയേഴ്സായി മാറുന്നു എന്നുള്ളതായിരുന്നു ഡാൻസഫിന് കിട്ടിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈഞ്ചക്കലിൽ കാത്തുനിന്ന് പരിശോധന നടത്തിയത്. ബൈക്കിലെത്തിയ 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഈ കഞ്ചാവ് 10 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. ഇത് പാക്കറ്റിലാക്കി ഒരു കവറിൽ സൂക്ഷിച്ച നിലയിൽ ബൈക്കിന്റെ പിൻവശത്തിരുന്നയാളാണ് ഇത് പിടിച്ചിരുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥർ ഇവരെ തടഞ്ഞു നിർത്തുകയും ഇത് പരിശോധിച്ച കഞ്ചാവാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളുകളിൽ ഉൾപ്പെടെ, അതായത് തിരുവനന്തപുരം സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ വിൽപ്പന നടത്താനായി ലഹരി സംഘം എത്തിച്ചതാണ്. ഇവർ കാരിയേഴ്സ് ആണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡാൻസഫിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇവരുടെ പ്രായപൂർത്തിയാകാത്തതിനാൽ അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.